ചെറിയ പരിപാടി ഉണ്ട് കേട്ടോ. രാവിലെ തന്നെ വീക്കെൻഡ് ആയിട്ട് രാവിലെ തന്നെ ഞാൻ ഒരുങ്ങി ഇറങ്ങാണ്. എന്താണ് ഏതാണെന്നൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം. അപ്പം ഇപ്പോൾ നമ്മൾ ആദ്യം വേഗം റെഡി ആയിട്ട് നമ്മൾ പോവാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് വാങ്ങിച്ച ഡ്രസ്സൊക്കെയാണ്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമായിട്ട് പോണ ഒരു അടിപൊളി ഇവൻ്റാണ്. കുറേ കാലമായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം എന്ന് പറഞ്ഞാൽ ഒരു സമയം ഇന്നാണ് വന്നത്. എല്ലാം കൂടെ ഒത്തു വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആതിര വരും ഇവിടേക്ക് ഡ്രസ്സ് മാറാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് റെഡി ആവട്ടെ. കുറേ കാലത്തിന് ശേഷം ഇന്ന് ഞാൻ കേളി ഹെയർ ചെയ്തു. കേളി എത്രത്തോളം ആവുമെന്നൊന്നും അറിയില്ല. അത് നന്നായി ഉണക്കിയെടുക്കാനുള്ള സമയമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ഓൾവേസ് ലേറ്റ് ആണല്ലോ. അപ്പോൾ അതിനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ ഇന്നൊരു അനാർക്കലി കുർത്തി കേട്ടോ. അത് ഒരു അനാർക്കലി കുർത്തി. ആക്ച്വലി എനിക്കിത് മാച്ച് ആവുമെന്ന് തോന്നുന്നു ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഈ ഒരു സംഭവത്തിന് ഒരു അനാർക്കലി ടൈപ്പ് ഒരു ബ്രൈറ്റ് കളർ ഡ്രസ്സൊക്കെ ഭംഗി ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് അതൊന്ന് വാങ്ങിച്ചതാണ്. ചെറിയ കുട്ടി മേക്കപ്പ് അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ മേക്കപ്പ് ചെയ്ത് റെഡി ആവാൻ തുടങ്ങുമ്പോഴേക്കും ആതിര വന്നു കേട്ടോ. കോളിംഗ് ബെല്ലടിച്ചു. അപ്പോൾ പിന്നെ എന്നാൽ അവളെയും കൂട്ടിയിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോണതെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ ടീം നാച്ചിൻ്റെ വർക്ക്ഷോപ്പ് ഇവിടെ വാശിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനാണ് പോണത് കേട്ടോ. ടീം നാച്ച് എന്ന് പറയുന്നത് യൂട്യൂബും ഇൻസ്റ്റയൊക്കെ ഫോളോ ചെയ്യുന്നവരും ഡാൻസ് ഇഷ്ടമുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടാവും ടീം നാച്ച് ആരാന്നുള്ളത്. അപ്പോൾ അവരുടെ ഒരു വർക്ക്ഷോപ്പ് എവറി വീക്ക് എന്ന് പറഞ്ഞ പോലെ മുംബൈയിലുണ്ട്. പക്ഷേ ഈ നവി മുംബൈ ഏരിയയിലേക്ക് അവർ ആദ്യമായിട്ടാണ് വരുന്നത്. അതും വാശി ഇത്ര അടുത്താവുമ്പോൾ നമ്മൾ എന്തായാലും പോകാതിരിക്കരുത്. അതും നമുക്ക് പറ്റിയ സെമി ക്ലാസിക്കൽ സോങ്ങും കൂടെയാണ്. അല്ലാതുണ്ടെങ്കിൽ നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ കാര്യമായ മേക്കപ്പിലാണ് കേട്ടോ. അത് മാത്രമല്ല ഇത് കഴിഞ്ഞിട്ട് വേറൊരു സർപ്രൈസും കൂടെ ഉണ്ട്. അത് ആതിരയ്ക്ക് അറിയില്ല. ഞങ്ങളത് ഓൾറെഡി പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഒരുങ്ങി അടിപൊളിയായിട്ട് ഒരു ലേഡീസ് ഡേ ഔട്ട്, ഗേൾസ് ഡേ ഔട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ എന്തായാലും ഒരുങ്ങി കിട്ടി പോകല്ലേ. അപ്പോൾ ചെറിയൊരു മേക്കപ്പൊക്കെ ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആതിരയുടെ മേലെ ഒരു താജ്മഹൽ പണിയാമെന്ന് വിചാരിച്ചു. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാനും അങ്ങനത്തെയൊക്കെ. പക്ഷേ ഞാൻ അത്ര ഭയങ്കരമായ മേക്കപ്പ് അറിയുന്ന ആളൊന്നല്ല. നല്ല അടിപൊളി മേക്കപ്പ് ആർട്ടിസ്റ്റ് അങ്ങനെയുമല്ല. പക്ഷേ ചെറിയ രീതിയിലൊക്കെ മേക്കപ്പ് ഇങ്ങനെ ചെയ്യാമെന്ന് മാത്രം. അത് മാത്രമല്ല എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ മേക്കപ്പ് ചെയ്ത് നടക്കുമ്പോഴും എനിക്ക് എപ്പോഴും എൻ്റെ നാച്ചുറൽ ഒന്നും ചെയ്യാതെ പൗഡർ ഇടുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഭംഗിയെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം എപ്പോഴും അങ്ങനെയാണ് നടക്കാറ്. ഫൗണ്ടേഷൻ ഇടുന്നേക്കാളും കൂടുതലായിട്ട് എനിക്കത് ചെയ്യാതെ ആകുമ്പോഴാണ് ഭംഗിയെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്ത് ഇതാണ് ആകെ ഫ്ലോപ്പായത്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കേളി മെത്തേഡ് ചെയ്തു. എൻ്റെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ സ്മൂത്തനിങ് ചെയ്താലോ എന്ന്, സ്മൂത്തനിങ് അല്ല ബോട്ടോക്സ്, അതായത് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് പോലെയുള്ള നാനോപ്ലാസ്റ്റി പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്താലോ എന്ന് ഞാൻ ശരിക്കും ആലോചിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ കേളി ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കേളി ഹെയർസ് ഇവിടെ കമൻറ്റ് ചെയ്യും, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ. എനിക്ക് എപ്പോഴും ഇതേ ആതിരയുടെ പോലത്തെ അങ്ങനത്തെ സിൽക്കി വേവി ഹെയർ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം ഞങ്ങൾ ഫോൺ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഗ്രീഷ്മ ഫോൺ ചെയ്തു. ഞങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഗ്രീഷ്മ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അവൾ പിന്നെ ഫിറ്റ്നസ്സും പരിപാടികളൊക്കെ ആയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അവളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഒരുമിച്ച് നമുക്ക് 3 പേർക്കും കൂടെ പോകാമല്ലോ വിചാരിച്ചു. പിന്നെ വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. അവളെ ഞങ്ങൾ അവിടുന്ന് പിക്കപ്പ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആകെ കൺഫ്യൂഷൻ, ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതെ കാണിക്കുന്ന മുഖമാണ് നിങ്ങളെ കാണുന്നത്. ഹെയർ കെട്ടി വെക്കണോ വെതറിയിടണോ? കാരണം കണ്ടോ, സത്യം പറഞ്ഞ ഒരു ചൂല് പോലെ ആയി എന്ന് വേണമെങ്കിൽ പറയാം. പൊതുവേ ഡിസംബർ ആകുമ്പോൾ എനിക്ക് പൊതുവേ ഹെയർ ഫോൾ ഉണ്ടാവാറുണ്ട്. പ്ലസ് കുറേ എന്താ പറയുക ഡെഫിഷ്യൻസികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഹെയർ ഫോൾ ഉണ്ടാവും. ഞാൻ അതിൻ്റെ മരുന്നൊന്നും കാര്യമായിട്ട് കഴിക്കുന്നില്ല. അതും ഒരു കാരണമായിരിക്കാം. പക്ഷേ ഞാൻ പിന്നെയും ആലോചിക്കുന്നുണ്ട്, തിരിച്ച് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര ഫ്രിസി ഹെയർ ആയിരിക്കും ഈ കേളി ഹെയറിൻ്റെ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. സോ ഞാൻ വിചാരിച്ചു അത് രണ്ടാമതും ചെയ്താലോ എന്ന്. അങ്ങനെ ഒരു വിധമൊക്കെ കെട്ടിപ്പോതുക്കി ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതെ ഞാൻ ഈ ഒരു ചുരിദാർ എനിക്ക് അനാർക്കലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അതായത് അതിൻ്റെ നല്ല ശരിക്കും ഒരു പാർട്ടി വെയർ പോലെ അല്ലേ, നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ വലിയ ബാഗ്, നമുക്ക് ബോട്ടിലും എല്ലാ സാധനവും അവർ ക്യാരി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു ഏകദേശം മാച്ച് ചെയ്തൊരു കളർ ബാഗും എടുത്തു. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടുത്തെ ഒരു സ്റ്റുഡിയോയിലാണ് ഇപ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ വാശിയിലാണ് ടീം നാച്ച് ഈ ഒരു സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു അവരുടെ ഡാൻസ് വർക്ക്ഷോപ്പ്. 3 hours വർക്ക്ഷോപ്പാണ് ഉണ്ടായിരുന്നത്. ആക്ച്വലി ഈ പാട്ട് ഏതായിരുന്നു? നിബുട ആ പാട്ടില്ലേ, ആ പാട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ചാടിക്കയറിപ്പോയത്. സെമി ക്ലാസിക്കൽ ഫോമല്ലത് ഇത്രയും പേരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നിട്ടാണ് കുറേ പേരൊക്കെ വന്നത്. അപ്പോൾ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 minute റീലിനുള്ളതാണ് അവർ 3 hours പഠിപ്പിക്കുക. അങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. അല്ലാതെ ഫുൾ ഒരു ഡാൻസ് ഒന്നും അല്ല ഉണ്ടാവുക.
പക്ഷേ വേർത്താണ്. ഭയങ്കര ഞങ്ങളെന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തു. അവരോരോ പെയറിനൊക്കെ ആക്കിയിട്ട്. അപ്പോൾ എൻ്റെ പേരാണ് ആ ബ്ലൂ ഗൗൺ കേട്ടോ, അവിടെ നിന്ന് പരിചയപ്പെട്ട കുട്ടി. അപ്പോൾ എല്ലാവരും എന്തായാലും ഡാൻസിനോട് ഇഷ്ടമുള്ളവരാവുമല്ലോ വരിക. അപ്പോൾ എല്ലാവരും നന്നായി ഡാൻസ് ചെയ്യുന്നവരായിരിക്കും, ഡാൻസിനോട് ഭയങ്കര ക്രേസും പാഷനൊക്കെ ഉള്ളവരായിരിക്കുമല്ലോ ഈ വർക്ക്ഷോപ്പിൽ വരിക. അപ്പോൾ കൊറിയോഗ്രാഫി ആണെങ്കിൽ ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മുടെ യോഷിതയാണ് കേട്ടോ നമുക്ക് ഇപ്രാവശ്യം ഓരോ പ്രാവശ്യം ഓരോരുത്തരായിരിക്കും പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ വരാം. അപ്പോൾ അവർ നമുക്കിങ്ങനെ കുറേ ചാൻസ് തരും. എനിക്ക് ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള കാരണം ഈ പാട്ട് ഇടാൻ പറ്റില്ല. പക്ഷേ ഈ പാട്ട് ഞാൻ കംപ്ലീറ്റ് റീൽസായിട്ട് ഒരു ദിവസം എന്തായാലും ഡാൻസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ കൊറിയോഗ്രാഫി. എന്ത് രസം നോക്കി. അങ്ങനെ പിന്നെ ഇവർ ഇതുപോലെ അവസരം തരും, ഓരോരുത്തർക്ക് ഡാൻസ് ചെയ്യാനും നമുക്ക് റീൽസ് എടുക്കാനും ഒക്കെയുള്ള അവസരം തരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോരുത്തരായിട്ട്. ഇത് ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ എന്താ പറയുക, ശരിക്കും 3 hours നമ്മൾ പെർഫെക്റ്റായിട്ട് പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പക്ഷേ എനിക്കിത് നല്ല രീതിയിലൊന്ന് എടുക്കണം എന്നുണ്ട്. എനിക്ക് എന്താ പറയുക, നല്ല രീതിയിൽ ആ പാട്ടൊക്കെ വെച്ചിട്ടൊന്ന് റീൽസ് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിക്കണം എന്നുണ്ട്. അപ്പോൾ അത്രയും നന്നായിട്ട് ഞങ്ങൾ 3 hours അവിടെ എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ കൊറിയോഗ്രാഫർ യോഷിത. കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക്. അടിപൊളി ഡാൻസറാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഗ്രീഷ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഓട്ടോ പിടിച്ചിട്ട് അവിടേക്ക് ആദ്യം പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ അവൾക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. അതൊന്നും നമ്മൾ പിന്നെ വീഡിയോ ഒന്നും കാര്യമായിട്ട്, കാരണം എനിക്ക് അറിയാത്ത ഒരാളായിരുന്നു. പക്ഷെ അവരുടെ കൂടെ പോയി. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ സർപ്രൈസ് പരിപാടി ഉണ്ടായിരുന്നു. ആതിരയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അത് ആക്ച്വലി ഡിസംബറിലായിരുന്നു ബർത്ത്ഡേ. അത് കഴിഞ്ഞ് പിറന്നാൾ വന്നു. അതായത് ഈ ഒരു ഇതിൻ്റെ തലേ ദിവസമായിരുന്നു പിറന്നാൾ. പക്ഷെ അന്ന് ഞങ്ങൾക്കത് ഒരു സർപ്രൈസായിട്ട് കൊടുക്കാനോ ഒന്നും പറ്റിയില്ല. ഞങ്ങൾ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ഇരുന്നു. അപ്പോൾ വിചാരിച്ചു ഇന്ന് എന്തായാലും അത് കൊടുക്കാമെന്നുള്ളത്. പക്ഷെ ആതിരയ്ക്ക് അറിയില്ല കേട്ടോ. ഞങ്ങൾ എന്തായാലും ഒരുപാട് ലേറ്റായി, ഒരു 3-3:30 അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാം. കാരണം തല കറങ്ങുന്നുണ്ടായിരുന്നു. 2 മണി വരെയായിരുന്നു വർക്ക്ഷോപ്പ്. അപ്പോൾ ഫുഡ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ സർപ്രൈസ് കൊടുക്കാം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ പാം ബീച്ച് ഗാലറിയിലുള്ള കേരള ടേബിൾസ്, എല്ലാവർക്കും കേരള ഫുഡ് മതി. 24 മണിക്കൂർ വീട്ടിലെ കേരള ഫുഡാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിലും എന്തോ ചിലപ്പോൾ നമുക്ക് പുറത്ത് പോകുമ്പോൾ അങ്ങനെ തന്നെ അല്ലേ, ചില ദിവസം നമുക്ക് അങ്ങനെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കേരള ടേബിൾസിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കയറുന്നത്. അതും സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അവിടെ ഓൾമോസ്റ്റ് ഒരു 1/2 മണിക്കൂർ വെയിറ്റിംഗ് പീരീഡും ആയിരുന്നു. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറി മെല്ലെ അവരുടെ അടുത്ത് കേക്കും കാര്യങ്ങളും ഒക്കെ ഏൽപ്പിച്ച് റെഡിയാക്കി വന്നു. ഇതൊന്നും ആതിരയ്ക്ക് അറിയില്ല. അത് കഴിഞ്ഞ് 1/2 hour കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഉള്ളിലേക്ക് കണ്ടു. ഫുൾ ഓൾമോസ്റ്റ് ഒരു 3:30-3:45 ടൈമിലുള്ള തിരക്കാണ് കേട്ടോ കാണുന്നത്. സീ ഫുഡും പൊറോട്ടയും അതും ഇതും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ സ്പെഷ്യൽ എന്താണെന്നൊക്കെ നമ്മളിങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതൊക്കെയാണ് കഴിക്കാൻ വിചാരിച്ചു. ഓൾറെഡി വിശന്ന് എന്താ പറയുക, 3 മണിക്കൂർ കണ്ടിന്യൂസ് ഡാൻസും എല്ലാം കൂടെ ആയിട്ട് ഒരു വിധമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ടർ ഓർഡർ ചെയ്തു. ഇതിൻ്റെ ഒക്കെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. ചിക്കൻ സുക്കയാണോ എന്തോ ഒരു സംഭവം. പിന്നെ നൂൽ പൊറോട്ട, അത് നല്ല രസമുണ്ടായിരുന്നു. അതേപോലെ അതിൻ്റെ കൂടെയും എന്തോ ഒക്കെ അവരുടെ സ്പെഷ്യൽ സാധനങ്ങളാണ്. പക്ഷേ എല്ലാത്തിൻ്റെയും പേര് ഞാൻ മറന്നുപോയി കേട്ടോ. എന്തായാലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല വിശപ്പുകൊണ്ടാണോ അതോ എന്താണെന്ന് അറിയില്ല. പക്ഷേ പൊതുവേ ഒരു നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കേരള ടേബിൾസ് എന്ന് പറഞ്ഞിട്ട് നല്ല റിവ്യൂ ഒക്കെ ആണ്. നമ്മൾ മുന്നേയും നല്ല റിവ്യൂ ഒക്കെ കേട്ടിട്ട് അവിടെ പോയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ആംബിയൻസ് ആണെങ്കിലും ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവരും കൂടെ അല്ലേ, നമ്മളിങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ അതൊരു വേറെ വൈബാണ് അല്ലേ. നമ്മുടെ ഫാമിലി കൂടെ പോകുന്നത് ഒരു വേറെ വൈബ്, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നത് അത് നമ്മൾ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ ഒരു ഭയങ്കര രസം. കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് ഗോസിപ്പൊക്കെ പറഞ്ഞ് അല്ലേ, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതാണ് കാര്യമായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ബാംബൂ ബിരിയാണി ഓർഡർ ചെയ്യാം എന്നുള്ളത്. ആക്ച്വലി നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ. പക്ഷേ ടേസ്റ്റ് നമ്മുടെ കൈമ റൈസുള്ള ബിരിയാണിയില്ലേ, തലശ്ശേരി ബിരിയാണിയുടെ അതേ ടേസ്റ്റ് എനിക്കത് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ബസ്മതി റൈസിനേക്കാളും ഇഷ്ടം ഈ കൈമ റൈസ് ഉള്ളതാണ്. അപ്പോൾ ബാംബൂലാണെന്നുള്ളത്, പക്ഷേ ടേസ്റ്റ് സെയിം നമ്മുടെ തലശ്ശേരി ബിരിയാണി. ആ കൈമ റൈസൊക്കെ ഭയങ്കര അടിപൊളി ഫ്ലേവർ ആയിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ അതിനും കൂടെ ഞങ്ങളുടെ ഡ്രസ്സ് ഒരേപോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രീനിവാസനും മോഹൻലാൽ പറയണം, നിൻ്റെ ശബ്ദം ഒരേപോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയണ പോലെ ഒരേപോലെ ഉണ്ട് ഡ്രസ്സ് എന്ന് പറഞ്ഞതാണ് കേട്ടോ. ഈ വെൽവെറ്റ് ഡ്രസ്സും എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതും നല്ല അടിപൊളി ഡ്രസ്സാണ്. അപ്പോഴാണ് ഇത് ആ കേക്ക് സർപ്രൈസ് അന്തമായിട്ടിരിക്കുന്നുണ്ടോ. ശരിക്കും പിന്നെ അല്ലാതെ ഞങ്ങളുടെ വീട്ട് ഇത് ഭയങ്കര സർപ്രൈസ്. ഞങ്ങൾ ഉള്ളിൽ പോയത് എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി.
നിങ്ങളൊക്കെ എന്ത് വിചാരിച്ചു? അയ്യേ, ഞാൻ നോക്കട്ടെ, എന്റെ ജീവിതത്തിൽ വരാത്ത സാധനങ്ങളത്. നിങ്ങളന്ന് എനിക്ക് സർപ്രൈസ് തന്നല്ലേ? ഞാൻ ആ കേക്ക് കഴിച്ചു എന്നല്ലാതെ എനിക്ക് കണ്ടെന്ന് വല്ലതും ഞാൻ സത്യം പറഞ്ഞാല് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് ഞാൻ ഉള്ളിൽ പോയത്. ഞാൻ അവരോട് ചോദിച്ചു കേക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? അവരോട് ഇവിടെ ഉണ്ടാക്കുന്നില്ല, നമുക്ക് സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്തോളൂ. ഇപ്പോഴോ? അവരവിടെ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. നീ ഉള്ളിൽ പോയപ്പോൾ ഞാൻ അവരോട് ഇവിടെ അറേഞ്ച് ചെയ്യാം. പക്ഷെ അവർ വരുമ്പോഴേക്കും അറേഞ്ച് ചെയ്ത് വെച്ചു. അതെ, നമ്മുടെ കേക്ക് കട്ട് ചെയ്യാനുള്ള സാധനം കിട്ടി ഇവിടെ. ആ നൈഫോടെ പോയി സാധാ നൈഫ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല സത്യമായിട്ടും. ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തു. കാരണം ആതിര ഇവിടെ ആകെ ഞെട്ടിത്തരിച്ച് എക്സ്പ്രഷൻ ഇട്ട് മരിക്കുന്നുണ്ട് കേട്ടോ. ആകെ കരങ്ങി, എന്താ പറയുക, ചില ആളുകൾ അങ്ങനെയാണ് അല്ലേ, അവർക്ക് സർപ്രൈസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാവും, പെട്ടെന്ന് ഭയങ്കര ഇമോഷണലാവും. ഞാൻ ആക്ച്വലി അങ്ങനത്തെ ഒരാളല്ലാത്തതുകൊണ്ട് പക്ഷേ ഞാനിത് കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്കറിയാം, എൻ്റെ മോളാണെങ്കിലും രംഷേട്ടനാണെങ്കിലും ഒക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. എനിക്കാണെങ്കിൽ ഇത് കിട്ടി ശീലമുള്ള ഒരാളായതുകൊണ്ടും ഞാൻ ഇത്രയും ഇമോഷണൽ ഞാനങ്ങനെ പ്രകടിപ്പിക്കാത്ത, എനിക്കെന്തോ അത് ഇമോഷണൽ ഇത് കുറച്ച് കുറവാണെന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര രസമല്ലേ ഇങ്ങനെയുള്ള ആളുകൾക്ക് സർപ്രൈസ് കൊടുക്കാനൊക്കെ. പാർട്ട്നേഴ്സിനെ കിട്ടുന്ന പോലെ തന്നെയാണ് അല്ലേ നല്ല ഫ്രണ്ട്സിനെ കിട്ടുമ്പോഴും ഒരേ ക്യാരക്ടർ ആവണം നിർബന്ധമൊന്നുമില്ല. 3 പേരും 3 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഞങ്ങൾ 3 പേരുടെയും തമ്മിലുള്ള ബോണ്ടിങ്ങിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ഒരേപോലത്തെയാണ്. അത് ചിന്താഗതിയായാലും വൈബായാലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങനെയാവും അല്ലേ. അത് ശരി, അവിടെ ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ കേക്ക് കട്ടിങ്ങും പരിപാടികളൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. ഇതിൽ ആതിര കോട്ടയംകാരിയും ഞാനും ഗ്രീഷ്മയും പിന്നെ ഓൾമോസ്റ്റ് പട്ടാമ്പി സംഭവം. ഗ്രീഷ്മ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ മുംബൈ ആണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഭാഷയായാലും ഒക്കെ വേറെയാണ്. പക്ഷേ ഞങ്ങൾ സംസാരിച്ച് വരുമ്പോഴേ ആതിര ഇപ്പം ഞങ്ങളുടെ നല്ല വള്ളുവാനാണ് ടോ കുട്ടി ഈ വക സ്ലാങ്ങുകളും. ഞങ്ങളാണെങ്കിൽ ഇടയ്ക്കൊക്കെ നല്ല കോട്ടയം ഭാഷയും വരാറുണ്ട്. അത് ആ ഒരു 2 ദിവസം അടുപ്പിച്ചിരിക്കുമ്പോൾ അങ്ങനെ വരും കേട്ടോ. അതിനുശേഷം ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ പ്രത്യേകിച്ച് കറങ്ങിത്തിരിയാനുള്ള സമയമൊന്നുമില്ല, ഒരുപാട് ലേറ്റായി. പിന്നെ അതിനുശേഷം സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു വീഡിയോ എടുക്കാനുള്ള ത്രാണി ഉണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിൽ വന്നിട്ട് ഉടനെ തന്നെ രംഷേട്ടനെ എങ്ങനെയാണ് കളിക്കുക എന്നുള്ളത് കാണിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും ഓൾമോസ്റ്റ് 5 മണിയായി. വന്നതും ഞാൻ കിടന്നു, കുറച്ച് നേരം ഉറങ്ങിയില്ല, പക്ഷെ കിടന്നു. ഈ പറഞ്ഞ പോലെ ഒരു 3 hours കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒട്ടും ഒരു ചെറിയ 2 minutes ബ്രേക്ക് അല്ലാതെ ഇങ്ങനെ കണ്ടിന്യൂസ് കളിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. ടയേർഡായി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ കുറേ എന്താ പറയുക, ഒരു സൺഡേ, ഒരു അടിപൊളി സൺഡേ ആയിട്ട് നല്ല ഇഷ്ടപ്പെട്ടൊരു കാര്യം, പിന്നെ നമ്മൾ എന്താ പറയുക, നമുക്ക് കുറേ കാലമായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യം ഒക്കെ ആഗ്രഹിച്ചൊരു ദിവസമായിരുന്നു. അപ്പോൾ തൽക്കാലം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇന്ന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് നമ്മളത് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സൺഡേ ആയിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഒരു സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ സുഖമായിട്ട് ഇരിക്കാം എന്ന് വിചാരിച്ചു. എന്താണ് രംഷേട്ടനും വല്ലതും പറയാനുണ്ടാകുന്നത്? രംഷേട്ടനും മിത്തുൻ്റെയും ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ? വളരെ നന്നായിരുന്നു. അവർ രണ്ടുപേരും ഇവിടെ ഇരുന്നു. ഉച്ചയ്ക്കൊക്കെ എന്താ പുറത്തുനിന്നൊക്കെ ഫുഡ് ഓർഡർ ചെയ്ത് ഇവർ നന്നായി എൻജോയ് ചെയ്തു. സിനിമയൊക്കെ കണ്ടു, ഇരുന്ന് OTT സിനിമ കണ്ടു എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളിരുന്ന് സിംഗം കണ്ടു. നീ ഏതായാലും കാണില്ലല്ലോ, ഞങ്ങൾക്ക് കാണാം. ഇത് പുതിയതാ? ശരി. എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല അങ്ങനത്തെ സിനിമകളൊന്നും കാണാൻ. അപ്പോൾ അതുകൊണ്ട് ഇവരതൊക്കെ ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്തു. വീക്കെൻഡ് അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങളും ഇന്ന് അടിപൊളിയായിട്ട് ആഘോഷിച്ച് എന്താ പറയുക, ഇനിയിപ്പോൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ വരാറായി. 2 ദിവസം കൂടെ സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസ് വെക്കേഷനായി. അപ്പോൾ മൊത്തം ഒരു ക്രിസ്മസ് വൈബ്. പറഞ്ഞപ്പോഴാ അതിൻ്റെ ഡ്രസ്സും അതുപോലെ അല്ലേ. നാർക്കലി കേട്ടോ. ഇത് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ട അന്ന് മുതൽ എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ. ഇത് ഈ പറഞ്ഞ പോലെ ആമസോണിൻ്റെ ഇതാണ്, സംഭവമാണ്. കാരണം ഒരു അനാർക്കലി ടൈപ്പ് ഡ്രസ്സ് ഇട്ട അതിനെ പറ്റിയൊരു ഡാൻസ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഡ്രസ്സ് ഇട്ട്. ഒരു ക്രിസ്മസ് വൈബ് ഡ്രസ്സും ഉണ്ട്. അപ്പം ഞാൻ ആകെ ടയേർഡായി. നെസ്സലായിട്ടൊന്ന് മേലഴുകിയിട്ട് സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം. അതാണ്. അപ്പം നിങ്ങളും ഇന്നത്തെ ആ ഒരു ദിവസം എൻ്റെ കൂടെ എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ എത്ര വീഡിയോ കാണിച്ചു. ഞാനിപ്പോൾ 5 മണി മുതൽ രംഷേട്ടനെ അറിയാം. എൻ്റെ അമ്മയെ സ്വന്തം ഡാൻസിൻ്റെ രാവിലെ മുതലിരുന്ന്. കാരണം വന്നുടനെ ഞാൻ അതന്നെ കാണായിരുന്നു, അതന്നെ നോക്കായിരുന്നു, അതന്നെ സ്റ്റോറിയിൽ ഇടായിരുന്നു, അത് തന്നെ നോക്കി. ഇനി അതിൻ്റെ ഒരു അടിപൊളി റീൽസും കൂടെ എടുക്കണം. അവിടെ അത് ആക്ച്വലി റീൽസ് എടുക്കായിരുന്നു. പക്ഷെ എന്തായാലും നമ്മൾ 2 പേരും അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ കളിച്ച് ഒരു ഭംഗിയിലൊക്കെ അടിപൊളിയായിട്ട് റീൽസ് എടുക്കുമ്പോൾ അത് രസമല്ല. അപ്പം ഞാൻ എന്തായാലും ആ പഠിച്ചതിൻ്റെ റീൽസ് ഞാൻ ഇടുന്നതായിരിക്കും. ഇടും എന്ന് വിചാരിക്കണം, എന്നാണെന്നറിയില്ല.
അപ്പോൾ അത് ഒരു അടിപൊളി റീൽസ് എടുക്കണം. അപ്പം ഞാൻ പറയുന്നത് എനിക്കത് കണ്ടപ്പോൾ സ്റ്റെപ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. രമേശേട്ടന് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല രസമുള്ള സ്റ്റെപ്സ്, നല്ല രസമുണ്ടല്ലോ. അപ്പം ആക്ച്വലി അവരെല്ലാം എപ്പോഴും അവരുടെ പ്രോഗ്രാംസ് ഉണ്ട്, എല്ലാ വീക്കെൻഡും എന്ന് പറഞ്ഞ പോലെ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ ടിന്നാച്ച് കളിക്കുന്നു. പക്ഷെ അധികം പല സ്ഥലങ്ങളായിരിക്കും. നവി മുംബൈയിൽ പിന്നെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പം, പിന്നെ നമ്മുടെ കൺവീനിയൻസ് എല്ലാ സാറ്റർഡേ സൺഡേ നമുക്ക് പോകാന്നുള്ളതൊന്നും അവൈലബിൾ അല്ല, പറ്റാത്ത കാര്യമല്ല. അപ്പം എല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ പിന്നെ ഇത് ഒറ്റയ്ക്ക് പോയിട്ട് ചെയ്യുമ്പോൾ രസമല്ലേ, പോകുമ്പോൾ ഒരു ഫ്രണ്ട് ഗ്രൂപ്പിൻ്റെ ഒക്കെ കൂടെ പോകുമ്പോഴല്ല അതിനൊരു രസം. അപ്പം എല്ലാവർക്കും ഒഴിവുള്ള ഒരു ദിവസമാണ് ഇന്ന് കിട്ടിയത്. അതല്ലാതെ അടുത്ത ആഴ്ചയും അതിൻ്റെ അടുത്ത ആഴ്ചയൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് എന്നും പോകുകയെന്നുള്ളതൊന്നും നടക്കില്ല. പിന്നെ ഇതുപോലെ എപ്പോഴെങ്കിലും നമുക്ക് സൗകര്യം, എല്ലാവർക്കും സൗകര്യമുള്ള ദിവസം നമ്മുടെ അടുത്ത് കുറച്ചൊക്കെ നമുക്ക് പോകാൻ പറ്റുന്ന, അതായത് ഫുൾ ഡേ പോയി ഇപ്പം തന്നെ നമുക്ക് അത്യാവശ്യം പോയി വന്നപ്പോഴേക്കും ടയർഡായി. അപ്പോൾ കുറച്ചും കൂടെ ദൂരം മുംബൈയിലാണ് അധികം ഉണ്ടാവുക. അപ്പോൾ എല്ലാ അന്തേരി സൈഡിലും ബാൻഡ്ര സൈഡിലും ഥാനയിലും ഒക്കെ അവരെല്ലാ വീക്കെൻഡ് എന്ന് പറഞ്ഞ പോലെ അവർ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഇനി കൂടുതൽ വർക്ക്ഷോപ്സ് വരാം നമ്മുടെ അടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് വന്നാലും എപ്പോഴും പോകാനൊന്നും പറ്റില്ല, കാരണം വീക്കെൻഡ് നമ്മുടേതായ കുറച്ച് കാര്യങ്ങളുണ്ടാവും. എല്ലാ പ്രാവശ്യം നമുക്ക് ഇതിനെ പോകാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ എന്നാലും പിന്നെ നമ്മുടെ സ്റ്റൈൽ ഓഫ് ഡാൻസും അതും മെയിനാണ്. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു ഡാൻസ് ആയതുകൊണ്ടാണ് കേട്ടോ. അതല്ലാതെ അധികം അവരുടെ ഹിപ്പ് ഹോപ്പ് സ്റ്റൈൽ അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, കാരണം എനിക്കതൊട്ടും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഒരു പ്രാവശ്യം പോകാം എന്നല്ലാതെ എൻ്റെ ഒരു ടേസ്റ്റിലുള്ള ഡാൻസ് ഇങ്ങനത്തെ. അപ്പോൾ അത് ചിലപ്പോൾ എപ്പോഴെങ്കിലേ വരുള്ളൂ. ഇപ്പോഴാണ് അത് ഞാൻ നോക്കിയപ്പോൾ ഒന്ന് വന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്കും പോയിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഹിപ്പ് ഹോപ്പ് അതൊക്കെ പോയിട്ട് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് അവിടെ പോയിട്ട് നമുക്ക് വലിയ ഇൻട്രസ്റ്റും ഇല്ല, കാണാൻ രസം മറ്റുള്ളവർ കളിക്കുന്നത്, നമുക്ക് അതുപോലെ കളിക്കാനും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെയും പ്രശ്നമുണ്ട് ഇതിൽ. അപ്പം നമുക്ക് പറ്റിയ സ്റ്റൈലും കൂടെ വരുമ്പോൾ പിന്നെ ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ എല്ലാവരും കൂടി പോയി ഓഫ്ലൈനായിട്ട് ചെയ്യുമ്പോൾ അതിനൊരു രസം. വർക്ക്ഷോപ്സ് ഭയങ്കര രസമല്ലേ ഇങ്ങനെ. അത് അപ്പോൾ ഇഷ്ടം പോലെ ഇപ്പം ഞാൻ പോകുന്ന എൻ്റെ ജിമ്മിലും ഉണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വർക്ക്ഷോപ്പൊക്കെ. അതൊന്നും ഇങ്ങനെ പോകാറില്ല, സമയം ഏതെങ്കിലും രാത്രിയോ അങ്ങനെ സമയത്തൊക്കെ ആയിരിക്കും. പക്ഷെ അതിന് അറ്റൻഡ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.